ആദ്യം എന്നേക്ക് തന്നെ ആമേൻ. ഞങ്ങളെല്ലാവരെയും ക്രിസ്തുവിലൂടെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സത്യപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, പ്രഭാതം ഞങ്ങൾ ആരംഭിച്ച മുതൽ ഈ സമയം വരെയും എത്രയോ ആളുകൾ വേദനയുടെ അനുഭവങ്ങളിലൂടെ, ദുഃഖത്തിന്റെ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. കർത്താവെ, ഞങ്ങൾ സഭയായിട്ട് വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. അവിടുന്ന് ആശ്വാസദായകനായി ഞങ്ങളുടെ കൂടെയുള്ളവനും അവരുടെ ജീവന്റെ ഉറവിടം അവിടുന്ന് ആകുന്നു എന്നുള്ള വിശ്വാസത്തിൽ, ആ പ്രത്യാശയിലൊക്കെ തന്നെ ദൈവമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ചിന്തകളെയൊക്കെ നയിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ഈ സാവകാശത്തിനായിട്ടും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളുടെ ആയുസിന്റെ നിത്യതയെക്കുറിച്ചുള്ള നല്ല ബോധ്യത്തോടുകൂടി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ, ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളെ ചേർത്ത് വെച്ച് കർത്താവെ, അതിനെ കാണുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭാരപ്പെട്ട് ആശ്വാസമില്ലാതെ കഴിയുന്ന ഞങ്ങളുടെ ഭവനങ്ങളെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവുള്ള പ്രത്യാശ കൊണ്ട് നിറയ്ക്കുകയും അങ്ങയുടെ സമാധാനത്താൽ ഭവനത്തെ നിറയ്ക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിരുന്ന സമാധാനത്തെക്കാൾ ഉപരിയായി ദൈവിക സമാധാനം കൊണ്ട് ഭവനങ്ങൾ നിറയപ്പെടുവാൻ ഇടയാക്കണമേ. കർത്താവിന്റെ വലിയ കരുതലിലും കാവലിലും ദൈവമേ, ഞങ്ങളുടെ ഓരോ ഭവനങ്ങളോട് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 8 ചെറിയ അംഗങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നിന്റെ മകനെ കർത്താവെ വിഷമിച്ചിരിക്കുന്നതായ സാഹചര്യം, നിന്റെ മകളെ കണ്ട് യാത്ര പറയാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യം, ദൈവമേ, പ്രകാരം ദൈവത്തിന്റെ വലിയ കരുണയിൽ നിന്റെ മകനെ സൂക്ഷിക്കുകയും ഈ ഒരു കർമ്മത്തിൽ വെച്ച് നിന്റെ പ്രിയപ്പെട്ടവളെ വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള പ്രത്യാശ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളുടെ ജീവിതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, പ്രിയപ്പെട്ട പിതാവിന്റെ വേർപാട് ദുഃഖിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുജാ കോശി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സരിത ജോസ് തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മക്കളുടെയൊക്കെ ഭവനത്തിൽ സംഭവിച്ചിരിക്കുന്ന വേർപാട് അനുഭവങ്ങൾ അവരെ ബലപ്പെടുത്തുന്നതിനെ കർത്താവെ, അവരുടെ ദുഃഖത്തിൽ കർത്താവെ അവിടെ തുണയെ കൂടിയിരുന്ന് കർത്താവുള്ള പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെല്ലാവരും നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ വേർപാടിൽ കർത്താവെ, സഭയാകമാനം ദുഃഖിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് അവിടുന്ന് ആശ്വാസമായി കൂടെ ഇരുന്ന് സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നിറച്ച് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലവരായും വിശ്വസ്തരായും ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ, ദൈവിക ദർശനത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമേ. ഇന്നത് ഞങ്ങളുടെ മീറ്റിംഗിൽ ആദ്യാവസാനം അവിടുത്തെ സാന്നിധ്യം നൽകി സഹായിക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ ഡോക്ടർ ഫിലിസി സാറും ഫാമിലി, ഡോക്ടർ സൂസനും ഗാന ശുശ്രൂഷിക്കുന്നവർക്കുണ്ട്. അൺമ്യൂട്ട് ചെയ്യണേ.
ഞാൻ ക്ഷീണിതനായിടുമ്പോൾ ലോകം പ്രയാസങ്ങളാൽ ഞാൻ ക്ഷീണിതനായിടുമ്പോൾ എന്നെ താങ്ങി കരങ്ങളിൽ കാത്തിടും യേശു അരികിലുണ്ട്. എന്നെ താങ്ങി കരങ്ങളിൽ കാത്തിടും യേശു അരികിലുണ്ട്. ആശ്വാസദായകനായി എനിക്ക് യേശു അരികിലുണ്ട്. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. ലോകത്തിൻ കരുതികളും ഞാൻ കാലടിയാകാതെ ലോകത്തിൻ കെടുതികളും ഞാൻ കാലടിയാകാതെ എന്നെ കാവൽ ചെയ്തിടും സ്നേഹിതനായി യേശു അരികിലുണ്ട്. എന്നെ കാവൽ ചെയ്തിടും സ്നേഹിതനായി യേശു അരികിലുണ്ട്. ആശ്വാസദായകനായി എനിക്ക് യേശു അരികിലുണ്ട്. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. അടുത്ത പാട്ട് 265 ജീവന്റെ ഉറവിട. ജീവന്റെ ഉറവിടം ക്രിസ്തുവേ, നാളിനാലവനെ ഘോഷിക്കാം. അവനത്രേ പാപഭരം ജീവനവൻ ജീവിതം. അവനത്രേ പാപഭരം ജീവനവൻ. വഴി നടത്തി തുടച്ചനെ കണ്ണുനീർ പുണ്ടരത്താൽ തുടിക്കുമൻ മനം സന്തോഷത്താൽ. തുടച്ചന്റെ കണ്ണുനീർ പുണ്ടരത്താൽ തുടിക്കുമൻ മനം സന്തോഷത്താൽ. കര കാണാതെ പലരുപോലെ കരുണയെ കാക്ഷിക്കും ബലപ്രായനെ വരിക വിചാരത്തും ജീവനെ തരുമവൻ കൃപ ശാന്തിതരും. വരിക വിചാരത്തും ജീവനെ തരുമവൻ കൃപ ശാന്തിതരും. നമുക്കും ചൊന്ന വിശുദ്ധന്മാരായ അനന്തമായ തിരുവചനം അനുദിനം കൈമകത്തും ശക്തിയാൽ അനുഭവിക്കും സന്തോഷത്താൽ. അനുദിനം കൈമകത്തും ശക്തിയാൽ അനുഭവിക്കും സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാലവനെ ഘോഷിക്കൂ. അവനത്രേ പാപഭരം ജീവനവൻ.
119 സങ്കീർത്തനം 1 മുതൽ 16 വരെ. Psalms 119, 1 to 16. ചെറിയാൻ ജോർജ് ഞങ്ങൾ വായിക്കും. Psalm 119, verses 1 to 16. Happy are those whose lives are faultless, who live according to the law of the Lord. Happy are those who follow his commands, who obey him with all their heart. They never do wrong, they walk in the Lord's ways. Lord, you have given us your laws and told us to obey them faithfully. How I hope that I shall be faithful in keeping your instructions. If I pay attention to all your commands, then I will not be put to shame. As I learn your righteous judgments, I will praise you with pure heart. I will obey your laws, never abandon me. How can a young man keep his life pure? By obeying your commands. With all my heart, I try to serve you. Keep me from disobeying your commandments. I keep your law in my heart, so that I will not sin against you. I praise you, O Lord. Teach me your ways. I will repeat aloud all the laws you have given. I delight in following your commands more than in having great wealth. I study your instructions. I examine your teachings. I take pleasure in your laws. Your commands I will not forget. Here ends today's Bible reading. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ജിജി മേത് വർഗീസങ്ങള് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. അതേ തുടർന്ന് സണ്ണിക്കുരുള്ള സാർ പ്രാർത്ഥിക്കും. ജിജി എങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് വണക്കം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഞായറാഴ്ചയും കോമൺ ഏരിയ പ്രയർ മീറ്റിംഗ് ആയിട്ട് നമുക്ക് ഒന്നിച്ച് കൂടി വരാനിടയാക്കിയ ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മളെ ഓരോരുത്തരെയും അതിശയമായി കാത്തു പരിപാലിച്ച കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. വരാമായിരുന്ന എല്ലാ ആപത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കാത്ത കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ മെത്രാപ്പൊലീത്തായുടെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന സഭയെ ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഫലമേൽപ്പിക്കാം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്തായുടെ ജീവിതത്തിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കാം. പൗരോഹിത്യത്തിന്റെ 63 സംവത്സരം പൂർത്തിയാക്കുന്നതിനും നമ്മുടെ സഭയെ കഴിഞ്ഞ 13 വർഷക്കാലം സ്തുതിക്കാം. കാലാകാലങ്ങളായി ജിജിയങ്ങളുടെ അവിടുത്തെ നെറ്റ്വർക്കിന് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. വിട്ടുപോകുന്നുണ്ട്, കേൾക്കുന്നില്ല. വീഡിയോ ഓഫ് ചെയ്ത് നോക്കിയാൽ. ജിജിയങ്ങൾ കേൾക്കാമോ? അച്ഛൻ കേൾക്കാമോ? അതെ, കേൾക്കാം. We cannot hear Gigi, that's why I'm just asking. ജിജിയങ്ങളുടെ അവിടെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആണോ കേൾക്കുന്നില്ല. Okay.
ഞാൻ അങ്ങ് എടുക്കട്ടെ മധ്യസ്ഥ പ്രാർത്ഥന അല്ലേ? Yes, Achan, you can take. കേൾക്കാമോ? വന്നോ? ജിജി അങ്കിള്, നെറ്റ്വർക്കിന് പ്രശ്നം ഉണ്ടെങ്കിൽ ആ വീഡിയോ ചെയ്താലും മതി കേട്ടോ. കേൾക്കാമോ? കേക്കാം. ഓക്കെ. നമ്മുടെ ഭദ്രാസനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മെ നയിക്കുന്ന മക്കാരിയോസ് തിരുമേനിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന ഇട്ടിച്ചെറിയാനെങ്കിലും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബാബു കോശിക്കും ഭവനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. വേർപാടിന്റെ ദുഃഖങ്ങളിൽ സ്റ്റാർട്ട് ചെയ്താട്ടെ. പ്രത്യേകമായി നമുക്ക് വേർപാട് ദുഃഖം അനുഭവിക്കുന്ന ഭവനങ്ങളെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഭവനങ്ങളുടെ മേൽ നൽകി കൊടുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരുടെ വേർപാട് ദുഃഖിക്കുന്ന അനുഭവങ്ങളിൽ ദൈവത്തിന്റെ കാരുണ്യം കൂടിയിരിക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. രോഗികളായി ഭാരപ്പെടുന്നവരെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് കോവിഡിന്റെ പ്രയാസങ്ങൾ ഇന്ന് വല്ലാതെ അലട്ടുന്ന ഒരു സാഹചര്യമാണല്ലോ. ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സംരക്ഷിക്കണമേ, അവിടുന്ന് കരുതലായി കൂട്ടിയിരിക്കണമേ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ ദൈവമേ കൃപ ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരുതൽ നമ്മുടെ പ്രിയപ്പെട്ട രോഗികളായി ഭാരപ്പെടുന്ന എല്ലാവരും അനുഭവിപ്പാൻ ഇടയാക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഭവനങ്ങളെയും ദൈവം മുമ്പാകെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവ കൃപ അനുഭവിപ്പാൻ തക്കവണ്ണം തങ്ങളെ തന്നെ താഴ്ത്തി ദൈവ കാരുണ്യത്തിന്റെ മുമ്പാകെ തങ്ങളെ തന്നെ വിനയപ്പെടുത്തി പ്രാർത്ഥിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാളെയുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടിയിരിക്കണമേ. പ്രത്യേകിച്ച് നാളത്തെ അഭിനയ തിരുമേനിയുടെ കബറിടക്ക ശുശ്രൂഷയെല്ലാം ഏറ്റവും യോഗ്യമാവണ്ണം നടത്തപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ എല്ലാം തമ്പുരാനെ അനുകൂലമാക്കി തരണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവ കരുതലിലും ദൈവത്തിന്റെ സാന്നിധ്യത്തിലും നാം ആശ്രയം വെച്ചുകൊണ്ട് കർത്താവെ സഭയായി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിനായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദേവദാസന്റെ കൊച്ചമ്മയും പ്രിയമകനെയും മകളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ അവരെ പ്രിയപ്പെട്ടവരെയൊക്കെ കരുതിയ ആളുകൾ, ശുശ്രൂഷിച്ച ആളുകൾ എല്ലാവരെയും നമുക്ക് ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ നിന്ന് വിധമായുള്ള ശുശ്രൂഷ രംഗങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, ജീവിതത്തിന്റെ തകർച്ചയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അവരെല്ലാവരെയും നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അന്യോന്യം മനസ്സിലാക്കലില്ലാതെ സമാധാനമില്ലാതെ കഴിയുന്ന ഭവനങ്ങൾ ദൈവമേ ഒരു വീണ്ടെടുപ്പ് അത്തരത്തിലുള്ള ഭവനങ്ങൾക്കൊക്കെ സാധ്യമാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ട് കഴിയുന്ന ഭവനങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ ദൈവത്തിന്റെ വലിയ കരുതൽ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിന്റെ വലിയ കരുണ ഞങ്ങളുടെ മക്കളുടെ മേൽ നൽകിക്കൊടുക്കാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവസ്നേഹത്തിന്റെ അനുഭവത്തിൽ നമ്മളെല്ലാവരുമായിരിക്കാൻ തക്കവണ്ണം ദൈവകരുതലിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മേൽപ്പറഞ്ഞ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് സണ്ണി കുരുവിള സാറ് പ്രാർത്ഥിച്ചു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ധ്യയിൽ നിന്റെ മുമ്പാകെ കടന്നു വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നീ അവിടുന്ന് നൽകി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതദാനമായി നീ തരുന്നുവല്ലോ കർത്താവെ. ഈ ഞങ്ങളുടെ ദേശത്ത് പല വിധത്തിലുള്ള അനർത്ഥങ്ങളും അനിഷ്ടങ്ങളും നടക്കുമ്പോൾ കർത്താവെ, ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവെ നിന്റെ ദാനമാവുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ കൂടുതലായി സഹായിക്കണമേ. ഈ കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും നീ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു, അവിടങ്ങൾ അനർത്ഥങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ചു, ആരോഗ്യവും ബലവും നൽകി തന്നു കർത്താവെ. വീണ്ടും കാണുവാൻ നീ അവിടുന്ന് ഇടയാക്കി. നിന്റെ വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ സന്ധ്യയിൽ നിന്റെ മുമ്പാകെ വരുമ്പോൾ ഞങ്ങളുടെ കുറവുകളെയൊക്കെ ഞങ്ങൾ ഏറ്റു പറയുന്നു കർത്താവെ. ഞങ്ങളോട് നീ ക്ഷമിക്കുകയും ഞങ്ങളെ വീണ്ടും നിന്റെ വിശുദ്ധിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടൊക്കെ നന്ദി കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ, ഇടവകയായി ഞങ്ങൾ നിന്റെ മുമ്പാകെ കടന്നു വരുമ്പോൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ. വിവിധ ആവശ്യങ്ങൾ നിന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകയിൽ
ഭാരത്തിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന ഭവനങ്ങളെ ഞങ്ങൾ പ്രത്യേകിച്ച് ഓർക്കുന്നു. കർത്താവെ, അവർക്കൊക്കെ ആവശ്യവുമായ സമാധാനവും സന്തോഷവും സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം അനുഭവിപ്പാൻ അവരെയൊക്കെ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഞങ്ങളുടെ പരിചയത്തിലും ബന്ധത്തിലും ഒക്കെയുള്ള പലരും പലയിടങ്ങളിലായി കർത്താവെ ലോകത്തുനിന്ന് കടന്നു പോയെന്നും പല വിധത്തിലുള്ള അസുഖങ്ങളാൽ ഭാരപ്പെടുന്നൊക്കെ ഞങ്ങൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവെ, അവരോടൊക്കെ അവിടുന്ന് മനസ്സലിയണമേ. കർത്താവെ, ഈ രോഗത്തിൽ നിന്നൊക്കെ ഒരു വിടുതൽ കൊടുക്കണമേ. കർത്താവെ, മാനസികമായ സമ്മർദ്ദത്തിലും പ്രയാസത്തിലും ഒക്കെ ഇരിക്കുന്നവർക്ക് അവിടുന്ന് വിടുതലും സമാധാനവും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്വാസം അവിടുന്ന് അയക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഇടവകയിലുള്ളവരെ അങ്ങനെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ചുറ്റുപാടുമുള്ള ഓരോരുത്തരെയും കർത്താവെ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ദേവദാസ് അച്ഛന്റെ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തോട് അവിടുന്ന് ദയ തോന്നുകയും സമാധാനത്താൽ നിറയ്ക്കുകയും മുമ്പോട്ടുള്ള വഴികളൊക്കെ അവിടുന്ന് ക്രമീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദുഃഖത്തിന്റെ വേളയിൽ ഇതിന്റെ വലിയ സമാധാനവും സന്തോഷവും അനുഭവിപ്പാൻ, ആശ്വാസം അനുഭവിപ്പാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുമ്പോട്ടുള്ള വഴികളൊക്കെ കർത്താവെ അവിടുത്തെ വലിയ പ്ലാൻ അനുസരിച്ച് മുമ്പോട്ട് പോകാൻ ഞങ്ങളുടെ നേതൃത്വത്തെ അവിടുന്ന് കൂടുതലായി സജ്ജീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ചുമതലയുള്ള ഓരോ തിരുമേനിമാരെയും മറ്റുള്ള പ്രിയപ്പെട്ടവർക്ക് ഓരോരുത്തരെയും ഓർക്കുന്നു. കർത്താവെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ബുദ്ധിയും ജ്ഞാനവും ഒക്കെ കൊടുത്ത് മുമ്പോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള വഴിയും വാതിലും ഒക്കെ അവിടുന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന ശുശ്രൂഷകളെയൊക്കെ കർത്താവ് ഏറ്റവും ഭംഗിയായിരിക്കാൻ സഹായിക്കണമേ. ഈ ദേശത്തിന്, ഈ രാജ്യത്തിന് വലിയൊരു സാക്ഷ്യം കൊടുപ്പാൻ തക്കവണ്ണം സഭയായി കർത്താവെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, വിവിധ ആവശ്യങ്ങൾ ഞങ്ങളുടെ സഭയ്ക്കുണ്ടല്ലോ, ഞങ്ങളുടെ ഇടവകയ്ക്കുണ്ടല്ലോ ഒക്കെ നിന്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയത്ത് ഞങ്ങളുടെ ഓരോ ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ ആവശ്യങ്ങൾ ഇരിക്കുന്നവരുണ്ടല്ലോ ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ ഇടവകയിൽ, കുടുംബങ്ങളായി, വ്യക്തികളായി, അവരെയൊക്കെ നിന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സാമ്പത്തികമായി ഉള്ള വിഷമത്തിലിരിക്കുന്നവര്, ജോലി സംബന്ധമായ പ്രയാസത്തിലിരിക്കുന്നവര്, പ്രിയപ്പെട്ടവരുടെ രോഗസംബന്ധമായ വിഷയത്തിലിരിക്കുന്നവര്, കർത്താവെ, മറ്റു വിധത്തിലുള്ള പല പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കടന്നു പോകുന്ന ഞങ്ങൾ പ്രിയപ്പെട്ട ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തികളായി നിന്റെ ഭാഗം സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ധൈര്യവും ബലവും ഒക്കെ അവിടെ നൽകി തരണമേ. ഓരോ ദിവസവും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ആരോഗ്യവും ദൈവകൃപയും നൽകി തരണമേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാനും ഞങ്ങളുടെ ഓരോ ദിവസവും കർത്താവെ നിന്നാൽ നിയന്ത്രിക്കപ്പെടുവാനും അവിടെ ഇടയാക്കണമേ. നിത്യതയെക്കുറിച്ചുള്ള വലിയ പ്രത്യാശ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പ്രത്യാശയെ നീ പുതുക്കണമേ കർത്താവെ. കർത്താവെ, ഈ എല്ലായിടത്തും പടരുമ്പോൾ കർത്താവെ നിന്നിലുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും ഞങ്ങൾക്ക് മുമ്പോട്ട് ജീവിപ്പാൻ, നിന്റെ വചനത്തിലൂടെ ഞങ്ങൾ നയിക്കപ്പെടുവാനൊക്കെ അവിടെ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അതിനായി ഞങ്ങളെ നീ ഒരു പ്രാവശ്യം കൂടെ പുതുക്കുകയും നിന്റെ വചനത്തിൽ കൂടെ ശക്തീകരിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് ഇന്നത്തെ ധ്യാനം കർത്താവെ അതിന് ഞങ്ങൾക്ക് മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും നിന്നോട് അടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. വചനം സംസാരിക്കുന്ന നിന്റെ ദാസനെ അവിടുന്ന് സഹായിക്കണമേ. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഞങ്ങളുടെ ഇടവകയെ നേതൃത്വം കൊടുക്കുവാൻ തക്കോണം കൂടുതലായി അവിടുന്ന് ഈ സമയങ്ങളിൽ ശക്തീകരിക്കുന്നത് ഓർത്ത് സ്തോത്രം. തുടർന്ന് നിന്റെ കൃപയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നിലനിർത്തിക്കൊള്ളണമേ. തുടർന്നുള്ള നിമിഷങ്ങളിൽ കർത്താവെ നിന്നോട് ചേർന്ന് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോഗം ആയിത്തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ഞങ്ങളെല്ലാവരെയും നിത്യമായി സ്നേഹിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം. തിരുമുമ്പാകെ ഞങ്ങൾ വെച്ച സകല പ്രിയപ്പെട്ടവരുടെ മേലും ജീവിതങ്ങളുടെ മേലും അങ്ങയുടെ ഇടപെടൽ ഉണ്ടായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ആ വലിയ ധൈര്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ നേരിടുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും സജ്ജരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പേരുപേരായി ഞങ്ങളുടെ ഭവനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയായി ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിലേക്ക് ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. വേദനപ്പെടുന്നവർ, ദുഃഖിതരായിരിക്കുന്നവർ, വേർപാട് ദുഃഖം അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അവിടുന്ന് ആശ്വാസദായകനായി കൂടിയിരിക്കുകയും കർത്താവെ നിന്നിൽ സന്നദ്ധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ടവർ നിത്യതയുടെ തുറമുഖത്ത് വെച്ച് കണ്ടുമുട്ടാമെന്നുള്ള ആ വലിയ പ്രത്യാശയിൽ നിന്റെ മക്കളെയൊക്കെ യാത്ര ചെയ്യപ്പാൻ തക്കവണ്ണം മനസ്സിലും ശരീരത്തിലും ആത്മാവിലും ഒരുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുതൽ കാവൽ ഞങ്ങളുടെ ഭവനങ്ങളോട് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവ്, ഞങ്ങളുടെ പ്രായമായവർ, രോഗികളായി ഭവനങ്ങളിൽ കഴിയുന്നവർ, വിവിധ ട്രീറ്റ്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഞങ്ങളുടെ ഭവനങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, തലമുറകൾ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ശക്തീകരിക്കണം, സഹായിക്കണം. ഞങ്ങൾക്ക് ലഭിച്ച കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തിയായിട്ട് സഹായിച്ചാട്ടെ. യേശു മിശിഹായുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് ബഹുമാനപ്പെട്ട ഈശോ മാത്യുച്ചനാണ് നമ്മളോട് കൂടെ ആയിരിക്കേണ്ടിയിരുന്നത്.
എന്നാൽ പ്രത്യേകമായുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രിയപ്പെട്ട അച്ഛന് തിരുവല്ലായിലെ ശുശ്രൂഷയിൽ പല കാര്യങ്ങളിലും ഒക്കെ പങ്കെടുക്കേണ്ടത് കൊണ്ട് അച്ഛന് അതിൽ വരുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അപ്രകാരം അച്ഛന് പിന്നീട് ഒരു സന്ദർഭത്തിൽ നമ്മളോട് കൂടെ ആയിരിക്കാമെന്ന് പറയുകയും അതിനനുസൃതമായിട്ടാണ് ഇന്നത്തെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ പ്രാർത്ഥന പ്രത്യേകിച്ച് അഭിനയ മെത്രാപ്പൊലീത്ത തിരുമേനിയെ കുറിച്ച് ഓർക്കുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ്. അതുകൊണ്ട് ഇടവകയായിട്ടുള്ള നമ്മുടെ അനുശോചനം അറിയിക്കുന്ന ഒരു സമയം കൂടിയാണ്. നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ വാങ്ങിപ്പോയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, അവരുടെ കുടുംബങ്ങളെയും കൂടെ ഓർക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ദൈവത്തിലുള്ള ആശ്വാസവും ദൈവത്തിലുള്ള സമാധാനവും നമ്മുടെ എല്ലാ ഭവനങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അതിൽ നിന്ന് 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. നമുക്ക് പ്രാർത്ഥിക്കാം. വചനമാം ദൈവമേ, ഞങ്ങളുടെ പ്രാപ്തിയെ അറിയുന്നവനായ ദൈവമേ, ഞങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നവനായ ദൈവമേ, നല്ലവരായും വിശ്വസ്തരായും ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച് കർത്താവെ ഞങ്ങൾ ഈ ലോകത്തിൽ ഞങ്ങളുടെ യാത്ര ഏറ്റവും ഫലകരമാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനത്തിന്റെ ശക്തിയാ ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശു മിശിഹായുടെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. ആമേൻ. ഈ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ കർത്താവ് എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നാം ഒരുക്കപ്പെടേണ്ടവരാണ്, എപ്രകാരമുള്ള ഒരു കാത്തിരിപ്പാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, എങ്ങനെയാണ് കർത്താവ് ഒരു മനുഷ്യ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ വിവരിക്കുന്ന 3 ഉപമകളാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, 10 കന്യകമാരുടെ ഉപമയുണ്ട്, താലന്തുകളുടെ ഉപമയുണ്ട്, മനുഷ്യപുത്രൻ തേജസ്സോടെ വരുമ്പോൾ വലത്തും ഇടത്തുമായി വേർതിരിക്കുന്നതായ അനുഭവത്തെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അങ്ങനെ 3 ഉപമകളിലൂടെ സംസാരിക്കുകയാണ്. എപ്രകാരമാണ് ദൈവത്തിന്റെ പ്രതീക്ഷയെന്ന് വ്യക്തമാക്കി തരുന്ന ജീവിതാനുഭവങ്ങളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഈ 25-ാം അധ്യായം അതിന്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ കാണാം, സ്റ്റുവേർഡ്ഷിപ്പാണ്, കാര്യവിചാരകത്വമാണ്. എന്തിനെ കുറിച്ചുള്ള കാര്യവിചാരകത്വമാണ് എന്നിവിടെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, ഇത് ദൈവത്തിന്റെ ഉടമസ്ഥതയിൽ ഉള്ളത് ദൈവം വിഭാഗിച്ച് നൽകുന്നവനാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാത്തതായി ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നാം നയിക്കപ്പെടുവാനായിട്ട് ഇടയാകണം എന്നുള്ളത് നാം ഇവിടെ ഈ ഭാഗത്ത് കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെയുള്ള കാര്യവിചാരകത്വത്തിന്റെ തുടക്കം, ദ ബിഗിനിങ് ആൻഡ് എൻഡ്, അത് തന്നെ ദൈവത്തിൽ നിന്നാണെന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്റ്റുവേർഡ്ഷിപ്പ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ഗോഡ് എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ആരംഭിക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യവിചാരകത്വത്തിന്റെ നാളുകളാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് ഈ ഭാഗം വ്യക്തമാക്കി തരികയാണ്. അതാണ് ഇവിടെ അതിനൊരു ഉപമയായിട്ടാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. തന്റെ സമ്പത്ത് തന്റെ ദാസന്മാർക്ക് വിഭാഗിച്ച് യാത്ര പുറപ്പെടുന്ന ഒരു മനുഷ്യനെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം, ദൈവത്തിന്റെ ഉടമസ്ഥത നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ വളരെ പ്രധാനമായി കാണുന്ന ഒരു കാര്യമാണ്, ഈ കാര്യവിചാരകത്വത്തെ കുറിച്ച് കർത്താവ് പഠിപ്പിക്കുമ്പോൾ ഇവിടെ കാണുന്ന ഒരു വ്യത്യസ്തമായുള്ള അളവുകളിൽ താലന്തുകളെ പങ്കിട്ട് കൊടുക്കുന്ന യജമാനനെയാണ് കാണുന്നത്. പലർക്കും പലതുപോലെയാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഓരോരുത്തന്റെ കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഇവിടെ വായിക്കുന്നത്. ഒരുവന് 5, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ
ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെടുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും തുല്യമായി കൊടുക്കുന്നില്ല, പിന്നെയോ അവരവരുടെ പ്രാപ്തിക്കനുസൃതമായി. നിന്നെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതിനപ്പുറമായി നീ വലിയ സൂപ്പർമാനായിട്ടൊന്നും ഇപ്പൊ പ്രവർത്തിക്കണം ദൈവം താല്പര്യപ്പെടുന്നില്ല. നിനക്കൊരു പ്രാപ്തിയുണ്ട്. ആ പ്രാപ്തിക്ക് ഒത്തവണ്ണം നീ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ കാണുന്നുണ്ട്, ഈ ഒന്ന് കൊടുത്തവനിൽ നിന്ന് വലുതാ അവന് കൊടുത്ത കാര്യങ്ങൾ അത്രമായേ ഉള്ളൂ. 5 കൊടുത്തവനെ കുറിച്ച് പ്രതീക്ഷ ദൈവത്തിന് വേറൊന്നാണ്. അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ പ്രതീക്ഷകളോടുകൂടെ വ്യത്യസ്തമായ അവരുടെ പ്രാപ്തിക്കനുസൃതമായി കൊടുക്കുന്ന യജമാനനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കാണുന്നുണ്ട് തിരികെ പ്രതീക്ഷിക്കുന്നതും, അതുകൊണ്ട് അളവ് മൂല്യങ്ങൾ ഒക്കെ തന്നെ ആനുപാതികമായിട്ടാണ്. അതിന്റെ ഒരു അനുപാതമുണ്ട്. അതുകൊണ്ട് ഇവിടെ കാണാൻ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി, അത് രണ്ടും കാണുന്നുണ്ട്. എന്താണ് തിരിച്ച് ലഭിക്കുന്നത്, എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഇത് രണ്ടും അതിൻ്റെതായ ഒരു അനുപാതത്തിലാണ് പോകുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കാര്യവിചാരകത്വം, അത് നന്നായി ഉത്തരവാദിത്വത്തോടുകൂടെ ജീവിക്കുന്ന ആളുകൾ, അവരെ നമ്മൾക്കിവിടെ കാണുന്നുണ്ട്. യജമാനനിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. 2 പേർക്ക് നല്ല വാക്കുകൾ ലഭിക്കുന്നുണ്ട്. മറ്റൊരാൾക്ക് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വളരെ വല്ലാതെ വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 പേർക്ക് നൽകുന്ന നല്ല വാക്കുകൾ എന്ന് പറയുന്നത് നല്ലവരും വിശ്വസ്തരുമായവനെ, ദാസനെ എന്നുള്ള ഒരു അഭിസംബോധനയാണ് നൽകപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ലവരും വിശ്വസ്തരുമായിരിക്കും, അതിൽ വ്യത്യാസമില്ല. ഒന്നാമത്തെ ആൾക്കും വ്യത്യാസമില്ല, രണ്ടാമത്തെ ആൾക്കും വ്യത്യാസമില്ല. എന്നാൽ അവരുടെ ഒരു സിൻസിയറിറ്റി, അവരുടെ ഒരു ആത്മാർത്ഥത, അവരുടെ ഒരു കമ്മിറ്റ്മെന്റ്, അവരുടെ ഒരു എഫേർട്ട്, അവരുടെ ഒരു പ്രയത്നം, അവരുടെ ഒരു ആത്മാർത്ഥത, അവരുടെ ഒരു സമർപ്പണം ഒക്കെ തന്നെ അവർ കൊണ്ടുവന്നതിൽ കണ്ടെത്തിക്കൊണ്ടാണ് അവരെ വിളിക്കുന്നത് നല്ലവരും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, സ്വാർത്ഥപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ കരയുന്നവന്റെ കണ്ണുനീർ ഒപ്പുവാനായിട്ട് സാധിക്കണം എനിക്കും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിഭവങ്ങൾ കൊണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് പിന്നീടുള്ള ഭാഗത്ത് കാണുന്നുണ്ട്. ഞാൻ വിശന്നവനായി വന്നു, ഞാൻ വസ്ത്രമില്ലാത്തവനായി വന്നു, ഞാൻ ദാഹിക്കുന്നവനായി വന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തിൽ നൽകിയിരിക്കുന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് തിന്നുവാനും കുടിക്കുവാനും നിങ്ങൾക്ക് പാർക്കുവാനും നിങ്ങൾ തന്നെ വസ്ത്രമണിഞ്ഞ് ഏറ്റവും മോടിയായി നടക്കുവാൻ വേണ്ടിയുള്ളതല്ല, പിന്നെയോ ഇപ്രകാരമൊക്കെ ആവശ്യങ്ങളിൽ വരുന്ന ആളുകളെ സഹായിക്കുവാൻ വേണ്ടി കൂടിയാണ് നിങ്ങളെ ഞാൻ കാര്യവിചാരകരാക്കിയിരിക്കുന്നത് എന്നാണ് ഇത് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കാണുന്നുണ്ട് ഈ മനുഷ്യർ അവർക്ക് ലഭിച്ചതായ പണമായിക്കൊള്ളട്ടെ, സമയമായിക്കൊള്ളട്ടെ, വിഭവങ്ങളായിക്കൊള്ളട്ടെ, വളരെ ക്രിയാത്മകമായി അവരുപയോഗിക്കുന്നതിനെ ദൈവം വിലമതിക്കുന്നു എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നിരുത്തരവാദപരമായി പ്രവർത്തിച്ചതായ മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ച് ഇറസ്പോൺസിബിൾ സ്റ്റുവേർഡ്ഷിപ്പ് എന്നാ പറയുന്നത്, ഒരു ഉത്തരവാദിത്തമില്ലാത്തവൻ, അങ്ങനെയുള്ള കാര്യവിചാരകൻ, അവൻ പറയുകയാണ് നീ വളരെ മോശക്കാരനാണ്. ഈ യജമാനെ കുറിച്ച് അവനുള്ള ധാരണ എന്ന് പറയുന്നത് കഠിന മനുഷ്യനാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കാണ് ഒരു മുൻധാരണയോടുകൂടെ യജമാനുമായിട്ടുള്ള ഇടപാടുകളെ കാണുന്നതായ ഈ മൂന്നാമത്തെ ദാസനെ നമുക്ക് കാണുന്നുണ്ട്. അവിടെ പറയുകയാണ്, യജമാനെ നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. അതുകൊണ്ട് നീ തന്നത് ഒരു കുഴപ്പവും പറ്റാതെ ഞാൻ തിരികെ ഏൽപ്പിക്കുകയാണ്. അതിന് കുറവും വരുത്തിയിട്ടില്ല, കൂടുതലും വരുത്തിയിട്ടില്ല, ഒരു വ്യത്യാസവുമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആയിരിക്കാനായിട്ടല്ല ഈ യജമാനൻ പ്രതീക്ഷയോടുകൂടെ കൊടുത്തത്. അതുകൊണ്ട് യജമാനൻ പറയും, നീ ഇത് ആർക്കെങ്കിലും ഒരു പലിശക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ അതിന്റെ പലിശയെങ്കിലും കിട്ടുമായിരുന്നല്ലോ. അതുകൊണ്ട് നീ എന്റെ ദ്രവ്യം പൊന്മാണിവക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എൻ്റെത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നല്ലോ. ആ താലന്ത് അവന്റെ പക്കൽ നിന്നെടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 10 താലന്തുള്ളവന് കൊടുക്കുകയാണ്. 5 ഉള്ളവൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവൻ ഇരട്ടിയായി സമ്പാദിക്കുകയാണ്. 2 ഉള്ളവൻ 2 കൂടെ സമ്പാദിക്കുകയാണ്. എന്നാൽ ഒന്നും ചെയ്യാതിരുന്നവനെ അവന്റെ ഉള്ളതും കൂടെ എടുത്ത് ഉള്ളവന് കൊടുക്കുന്നതായിട്ട് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കാണുന്നുണ്ട്
ഉള്ളവൻ ഏവനും ലഭിക്കും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടി എടുത്തു കളയുമെന്നാ പറയുന്നത്. ഇല്ലാത്തവന്റെ എടുത്തു കളയുന്ന ഒരു ദൈവമല്ല, അനീതി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന. പിന്നെയോ ഞാനും നിങ്ങളും വിളിച്ചപേക്ഷിക്കുന്ന ദൈവം നമ്മളുടെ പ്രാപ്തിക്ക് അനുസൃതമായി നമ്മെ കനിഞ്ഞ് അനുഗ്രഹിക്കുന്നവനായ ദൈവം. എന്നാൽ ഉത്തരവാദിത്വമില്ലാതെ, ലഭിച്ചതിനെ കുറിച്ച് അതിന്റെ മൂല്യം മനസ്സിലാക്കാതെ, ദാനങ്ങൾ നൽകിയ ദാതാവായ ദൈവത്തെ മനസ്സിലാക്കാതെ ജീവിക്കുമ്പോൾ അതിനോട് തീർച്ചയായും ശക്തമായി പ്രതികരിക്കുന്ന ഒരു വലിയവനായ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഭാഗം എടുത്തതിന്റെ തന്നെ കാര്യം നല്ലവരായും വിശ്വസ്തരായും ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ള ഒരു വലിയ ആഹ്വാനമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഒരു വലിയ വേർപാടിന്റെ അനുഭവത്തിലൊക്കെ നമുക്ക് ആശ്വാസം കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായും ഞാനും നിങ്ങളും ഒക്കെ തന്നെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതാണെങ്കിലും വലുതാണെങ്കിലും താലന്തുകളൊക്കെ തന്നെ ഏറ്റവും നന്നായി വിനിമയം ചെയ്ത് നല്ലവരായി വിശ്വസ്തരായി ദൈവസന്നിധിയിൽ കാണപ്പെടണം എന്നുള്ളതിനെ കുറിച്ച് ഉറപ്പോടെ ധൈര്യത്തോടെ ജീവിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് യജമാനന്റെ താല്പര്യത്തെ പരിഗണിക്കുന്നവരായിരിക്കണം യഥാർത്ഥ ദാസന്മാർ എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലഭിച്ച അവസരത്തിന് യാതൊരു വിലയും കൊടുക്കാത്തവരായിട്ടല്ല, പിന്നെയോ ലഭിക്കുന്ന ഓരോ നിമിഷവും, എന്റെയും നിങ്ങളുടെയും ആയുസ്സിൽ ലഭിക്കുന്ന ഓരോ നിമിഷവും അതിന്റെ വില ദൈവത്തിന്റെ പക്കൽ നിന്നാണെന്ന് മനസ്സിലാക്കി, ദൈവം നൽകിയതാണെന്ന് മനസ്സിലാക്കി, അതിന്റെ വില മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും ഇടയാകണമെന്നുള്ളത്. അതുകൊണ്ട് മുൻധാരണയോടുകൂടെ ഇടപാടുകൾ നടത്തുന്നവരായിട്ടല്ല, പിന്നെയോ നമ്മെ അറിയുന്ന പോലെ, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിന്റെ മുമ്പാകെ, നമ്മെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ ഏറ്റവും വിനയത്തോടുകൂടെ താഴ്മയോടുകൂടെ ജീവിക്കേണ്ടവരാണ് എന്ന് നമ്മളെ ഈ ഭാഗം ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കാണുന്നുണ്ട്, ഈ ദുഷ്ടനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട്, അവനോട് ഉള്ളതും കൂടി എടുത്തു കളയുന്ന മാത്രമല്ല, ഇവിടെ കാണുന്നുണ്ട്, അവനെ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവുകയെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു വലിയ പ്രതിഫലമായിട്ട് നമുക്ക് കാണാം. നല്ലവർക്കുള്ള പ്രതിഫലം എന്താണ്? നല്ലവരായി ജീവിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്താണ്? വിശ്വസ്തരായി ജീവിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്താണ്? എന്നാൽ അലസന്മാരായി ജീവിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്താണ്? ഞാൻ നിങ്ങളുമൊക്കെ തന്നെ നല്ലവരായി വിശ്വസ്തരായി അലസത കൂടാതെ ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നല്ലോ. 10 കന്യകമാരും അത് തന്നെയാണ്. അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു എന്ന് പറയുന്നു. ഈ ബുദ്ധിയില്ലാത്തവരെ ഒരിക്കലും വിളിച്ചു കാണത്തില്ല, എല്ലാവരും ബുദ്ധിയുള്ളവർ തന്നെയായിരിക്കണം. എന്നാൽ അവരുടെ മുന്നിലുള്ള ഒരു കാൽക്കുലേഷൻ, അവർ വന്ന ഒരു ആവശ്യം എന്താണ്, എന്തിനാണ് വന്നതെന്നും എന്താണ് അവരെ കുറിച്ച് ഇവിടെ ഉദ്ദേശിച്ചിരുന്നതെന്നും ഒന്നും മനസ്സിലാക്കാതെ കാര്യബോധമില്ലാതെ പെരുമാറി എന്നുള്ളതാണ്. അതുകൊണ്ട് 5 പേർ എന്ത് ചെയ്തു? അവരുടെ കൂടെ തന്നെ കയ്യിൽ കരുതി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഒരു കരുതലിന്റെ ഒരു അനുഭവം ഇല്ലാതെ പോയതാണ് 5 പേരെ ബുദ്ധിയില്ലാത്തവരെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് കാര്യബോധത്തോടുകൂടെ ജീവിക്കാനായിട്ട് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത ഭാഗത്തും കാണുന്നത് ഇത് മാത്രമാണ്. നമ്മളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണല്ലോ ഏറ്റവും അടിസ്ഥാനപരമായുള്ള ആവശ്യങ്ങളില്ല നിറവേറ്റുവാനായിട്ട് സാധിക്കാത്ത ആളുകൾ. അങ്ങനെയുള്ള ആളുകളിൽ ദൈവത്തിന്റെ മുഖം കാണുവാനായിട്ട് ഇടയാകണം എന്നുള്ളതാണ്. ദൈവത്തിന്റെ മുഖം അവരിൽ കാണുവാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു ന്യായവിധിയെക്കുറിച്ച്, ന്യായവിധിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഇവിടെ കാണുകയാണ്. അങ്ങനെയുള്ളവരെ ന്യായവിധിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എങ്ങനെ ഈ ലോകത്തെ കണ്ടു എന്നുള്ളതാണ്. എനിക്ക് സുഖമാണ്, എനിക്ക് നല്ല വീടുണ്ട്, എനിക്ക് സൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ തൃപ്തനായി ജീവിക്കുന്നതിലല്ല, പിന്നെയോ എൻ്റെ മുന്നിൽ വരുന്ന, എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഞാൻ കടന്നു പോകുന്ന ആളുകളിലൊക്കെ തന്നെ ഇപ്രകാരം ഇത് സാധിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അവിടെയൊക്കെ ദൈവമുഖം കാണുവാനായിട്ട് നമുക്കിടയാകണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണല്ലോ. 25-ാമത്തെ അധ്യായം നമ്മെ ഒത്തിരിയധികം വെല്ലുവിളിക്കുന്നതാണ്, ഒത്തിരിയധികം നമ്മെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും ഇത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിലയിരുത്തലിന്റെ ഒരു അനുഭവമാണ്, ഇവാലുവേഷന്റെ അനുഭവമാണ്. അതുകൊണ്ട് ആകേണ്ടതുപോലെ ഞാൻ ഇപ്പോൾ ആയിത്തീർന്നിട്ടുണ്ടോ ദൈവമേ എന്ന് നമുക്ക് നമ്മളെ ദൈവത്തിന് മുമ്പാകെ സ്വയശോധന ചെയ്യാം. ഇന്ന് കടന്നുപോയ ജീവിതങ്ങളുണ്ടല്ലോ, ആ പ്രിയപ്പെട്ടവരുടെയൊക്കെ ഭവനങ്ങളുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ദൈവമേ
അവിടുന്ന് എനിക്ക് ആയുസ്സിൽ ഒരു സന്ധ്യ കൂടെ തന്നിരിക്കുക, എനിക്കൊരു രാത്രി കൂടെ ഉറങ്ങുവാൻ അവസരം തരിക, എനിക്ക് നാളത്തെ ദിവസവും അവിടുന്ന് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ തമ്പുരാനെ, ഇപ്പോൾ എൻ്റെ കണക്ക് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കണക്കുകളൊക്കെ തന്നെ കൃത്യമായി ടാലിയാവുന്നുണ്ടോ? ഞാൻ കൃത്യതയോടുകൂടിയാണ് എൻ്റെ ഇന്നത്തെ ജീവിതം അവസാനിപ്പിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചിട്ടാണോ ഞാൻ പോകുന്നത്? ഇത് നല്ല ബോധ്യത്തോടു കൂടെ വേണം നാം ഉറങ്ങുവാനായിട്ട് പോകേണ്ടത്. നല്ലവരായും വിശ്വസ്തരായും ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒരു വേർപാടിന്റെ ഒരു 4 പേരുടെ ഒരു ഒന്നിച്ചുള്ളതായ ഒരു രാവിലെ മുതൽ വൈകിട്ട് വരെ നോക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ SMS എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ ഇടവകയിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന 4 മരണങ്ങളാണ്. ഒന്ന് നമ്മുടെ പിതാവിന്റെ, നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ വിയോഗമാണ് രാവിലെ വെളുപ്പിനെ നമ്മൾ തുറന്നപ്പം കണ്ടത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു നമ്മുടെ ഇടവകയിൽ ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ചതായ, ഇന്ന് രാവിലെയും ആരാധനയിൽ ഓർത്ത് പ്രാർത്ഥിച്ചതായ ഇട്ടിച്ചെറിയാൻ അങ്കളുടെ സഹധർമ്മിണി ലീലാമ്മ ചെറിയാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായപ്പോൾ കണ്ടു ബാബു കോശി അങ്കളുടെ സുജാ കോശി പിതാവ് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടതായിട്ട് യാത്ര പോയതായിട്ട് കണ്ടു. തൊട്ട് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത മെസ്സേജ് വന്നു കഴിഞ്ഞു. നമ്മുടെ ABS പ്രാർത്ഥന കൂട്ടത്തിലുള്ള ക്യാപ്റ്റൻ തോമസ് അങ്കിളിന്റെ മരുമകളുടെ പിതാവ് കുറച്ച് നാളുകളായിട്ട് കിടപ്പിലായിരുന്നു, എന്നാൽ അദ്ദേഹവും ഈ ലോകത്തിൽ നിന്ന് യാത്ര പോയി. അപ്പോൾ മക്കളൊക്കെ പല സ്ഥലങ്ങളിലൊക്കെയാണ്. നമുക്കറിയാം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതിനൊന്നും തന്നെ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നില്ല. നമുക്കറിയാം മെത്രാപ്പൊലീത്ത തിരുമേനി എത്രയോ ആളുകൾ എത്തിച്ചേർന്ന് എത്രയധികമായ ഒരു വലിയ ജനാവലിയോടുകൂടെ തന്നെ യാത്ര അയക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് അതിനൊക്കെ ഒത്തിരി പരിമിതികളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ആ പ്രിയപ്പെട്ടവളെ അവസാനം 2 ദിവസമായി കണ്ടിട്ട്, ആശുപത്രിയിലാക്കി കഴിഞ്ഞ ശേഷം കണ്ടിട്ടില്ല. ഒരാഴ്ചയോളമായി ഇവിടെ ICUവിലായിരുന്നു. ആർക്കും ചെന്ന് കാണാൻ സാധിക്കുന്നില്ല, മക്കളെ ഒന്നും ആരെയും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്ന് പോയി ഒന്ന് യാത്ര പറയാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഭവനത്തിൽ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുഃഖത്തിന്റെ ഒരു ദിനമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എന്നാൽ ക്രിസ്തുവിൽ ഉള്ള ഒരു പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തെക്കൊക്കെ നയിക്കാനായിട്ട് ഇടയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സന്ധ്യയിലെ ഈ ധ്യാനത്തിന് എടുത്ത ഈ ഭാഗം എന്ന് പറയുന്നത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, എനിക്ക് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആയുസിന്റെ ഓരോ ദിനങ്ങളും വിശ്വസ്തയോടെ ചെലവഴിച്ചിട്ട് വേണം നമ്മൾ ജീവിതം പൂർത്തീകരിക്കപ്പെടാനായിട്ടുള്ളത് എന്നുള്ളത്. നാളെ എന്താണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. എന്നാൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ഒരു ദൈവിക നടത്തിപ്പിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണ്ടേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അഭിനന്ദനായ മെത്രാപ്പൊലീത്ത തിരുമേനിയെ കുറിച്ച് ഞാൻ രാവിലെ ആരാധന മധ്യേ പറയുകയുണ്ടായല്ലോ. ഒരു വലിയ സ്നേഹത്തിന്റെ ഉറവിടമാണ്. നമ്മളെല്ലാവരും പൊതുവെ കാണുന്നത് ഒരു ദേഷ്യപ്പെടുന്ന ആളായിട്ടാണ് കാണുന്നത്. എന്നാൽ സ്നേഹത്തോടുകൂടെ അടുത്ത് ചേർത്ത് നിർത്തുന്ന ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഡൽഹി ശുശ്രൂഷ ചെയ്യുന്നതായ സമയത്ത് അവിടെ സ്കൂളിന് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിക്കുകയുണ്ടായി. എന്നാൽ ഡൽഹിയിൽ വന്ന സമയത്ത് ആ സ്ഥലത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ കാണണമെന്നുള്ള താല്പര്യത്തോടുകൂടി അഭിനന്ദ തിരുമേനി അവിടെ എത്തിച്ചേർന്നപ്പോൾ ഞങ്ങൾ അച്ഛന്മാരെല്ലാവരും അവിടെ ചെന്നു. ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, തിരുമേനിക്ക് ആ സമയത്ത് മെത്രാപ്പൊലീത്ത ആയി കഴിഞ്ഞ് നടക്കാനായിട്ടൊക്കെ ഒരു മുട്ടിന്റെ പ്രയാസം ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഈ കൈകളിലേക്ക് ബലം തരികയാണ്. ആ ഗ്രൗണ്ട് മുഴുവൻ ഒരു കൈയിൽ കുടയും ഒരു കൈയിൽ തിരുമേനി ബലം തന്നിരിക്കുകയാണ്. ആ ഒരു 2.5 ഏക്കർ സ്ഥലം മുഴുവൻ, അതിന്റെ കോട് മുഴുവൻ പോയി, അതിരുകൾ മുഴുവൻ പോയി തിരുമേനി നോക്കുകയാണ്. അതെല്ലാം പോയി കണ്ട് മനസ്സിലാക്കുകയാണ്. പല സന്ദർഭങ്ങളിലും കുവൈറ്റിലായിരുന്ന ആ സമയത്ത് തിരുമേനി അവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അച്ഛന്മാരെ എല്ലാവരെയും വിളിക്കും. ആ സമയത്ത് തന്നെ ഓരോ കാര്യങ്ങൾ, ഈ കർണാടകയുടെ ഏതെങ്കിലും മേഖലകളിൽ, അല്ലെങ്കിൽ നമുക്ക് ബാസൽ മിഷനിൽ നിന്ന് കിട്ടിയ സ്ഥലം കുണ്ടയിലായിക്കൊള്ളട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, അവിടെ സഭയ്ക്ക് ഇന്നൊരു സ്ഥലമുണ്ട്, അതൊരു കേസ് കിടക്കുകയാണ്, അതിന്റെ കേസിന്റെ ഇത്രയും ആയിട്ടുണ്ട്, ഇതൊക്കെയും ആ മനസ്സിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങളും സഭാ സംബന്ധമായി വിശ്വാസികളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നല്ല വ്യക്തമായ നല്ല ഒരു ഓർമ്മയും ദർശനവും ഉള്ള ആളാണ്. എൻ്റെ പിതാവ് മരിച്ചതായ സമയത്ത് മെത്രാപ്പൊലീത്ത തിരുമേനി എനിക്ക് അറിയില്ല, ദൂരെ നിന്ന് കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. എന്നാൽ എനിക്ക് ഒരു ഫോൺ വരികയാണ്, അച്ഛാ നാളെ ഉച്ച കഴിഞ്ഞ സമയത്തേക്ക് അടക്കം വെക്കുക, ഞാൻ വന്ന് അടക്കിക്കൊള്ളാം. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇത് എൻ്റെ വികാരി പറഞ്ഞറിഞ്ഞതായിരിക്കാം, എന്നാൽ എന്നെ അധികം ഒന്നും അറിയില്ല. ഞാൻ അങ്ങനെ ആ ഭദ്രാസനത്തിലൊന്നും പ്രവർത്തിക്കില്ല, തിരുമേനിയുടെ കൺവെട്ടത്തേക്ക് ചെന്നിട്ടില്ല. എന്നാൽ എൻ്റെ വേദന മനസ്സിലാക്കി എന്നോടൊപ്പം തന്നെ അന്നത്തെ ദിവസം
വന്ന് ആ ശുശ്രൂഷയിലൊക്കെ സംബന്ധിച്ച് ശാന്തമാക്കി എന്നോടുകൂടെ അല്പസമയമൊക്കെ ചെലവഴിച്ചിട്ടാണ് അഭിനന്ദ തിരുമേനി പോയത്. അപ്പോൾ എനിക്ക് ഞാൻ വേറെ കേൾക്കുന്ന ഒരു മുഖവും കാണുന്ന ഒരു മുഖവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തീർച്ചയായും ആ ഒരു ജീവിതത്തിൽ ഒത്തിരിയധികം മനുഷ്യ വേദനകളെയൊക്കെ തന്നെ വളരെ അടുത്ത് അറിഞ്ഞ ഒരു ജീവിതമാണ്. ഇന്ന് തന്നെ അവിടെ ഒരു കൈകൾ രണ്ടുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു പടം വരയ്ക്കുന്ന ആളാണ്. ഇന്ന് അദ്ദേഹം അവിടെ നിന്ന് സാക്ഷ്യം പറയുകയാണ്, തിരുമേനി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട കലാകാരനായി തീരുകയില്ലായിരുന്നു. കാരണം അപ്പച്ചന്റെ അത്ര വലിയ സ്നേഹമാണ് ഞാൻ അനുഭവിക്കാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ എത്രയോ ജീവിതങ്ങൾ. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വാങ്ങിപ്പോയത് ഒരു ജീവിതത്തിന്റെ ഒരു വലിയ ഒരു ചരിത്ര പുരുഷനാണ്. കാരണം ഒരു കാലഘട്ടം തീരുകയാണ്. അതുകൊണ്ട് ആ വലിയ ജീവിതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ഇടവകയുടെ ജീവിതത്തിലും അഭിനന്ദ തിരുമേനി ഇടവകയൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരിക്കണം. ആ വലിയ പാവന സ്മരണകൾക്ക് മുമ്പിൽ നമ്മൾ തീർച്ചയായിട്ടും ഇടവകയായിട്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ലീലാമാൻഡി, ഞങ്ങള് ഒരു 4-5 തവണയെങ്കിലും നേരിട്ട് കണ്ട് വർത്താനം പറഞ്ഞിട്ടുണ്ട്. സേവ്യാസംഘമായിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഒത്തിരിയധികം കൈകൾ കൊണ്ട് ഒത്തിരി എംബ്രോയിഡറി വർക്കൊക്കെ ഇരുന്ന് ചെയ്യണം. സുഖമില്ലായിരുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് അറ്റൻഷൻ കൊടുക്കുകയും വേദനകളെയൊക്കെ മറക്കുവാനായിട്ട് അങ്ങനെ പല കാര്യങ്ങൾ അദ്ദേഹം ആ പ്രിയപ്പെട്ട ആന്റി തന്നെ ചെയ്യുമായിരുന്നു. ഒരു തവണ നമ്മുടെ ഹാർവസ്റ്റിനും അങ്ങനെ എന്തൊക്കെ ലേലം ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ എന്നോട് തന്നെ പറയുകയുണ്ടായി. അവ തന്നെ ഇരുന്ന് അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് ആ ഭവനത്തിൽ ആ പ്രിയപ്പെട്ട അങ്കിളുമായിട്ട് ചേർന്ന് ഭവനത്തെയൊക്കെ കെട്ടുപണി ചെയ്യുവാനായിട്ട് അങ്ങനെയൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. ആ ജീവിതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ട സുജാ കോശി ആന്റിയുടെയും പിതാവ് ലോകത്തു നിന്ന് വേർപെട്ടു. അമ്മയുടെ വേർപാടിന്റെ സമയത്ത് പോകാനായിട്ട് സാധിച്ചില്ല. അവരും ഇന്ന് വൈകിട്ട് യാത്ര ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജോസ് തോമസ്, അദ്ദേഹത്തിന്റെ വൈഫ് സരിതയുടെ പിതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. 5 വർഷത്തോളമായി പാരലൈസ്ഡായിട്ട് കിടക്കുമായിരുന്നെന്നാണ് പ്രിയപ്പെട്ട ആന്റിയോടെ ഒന്ന് പറയുകയുണ്ടായത്. അവിടെ അങ്ങനെ ഒക്കെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ വേർപാട് ദുഃഖം അനുഭവിക്കുന്ന നമ്മുടെ എല്ലാ ഭവനങ്ങൾക്കും നമ്മുടെ ഇടവകയ്ക്ക് സഭയ്ക്ക് ദൈവത്തിന്റെ ആശ്വാസവും സമാധാനവും ലഭിക്കുവാനായിട്ട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. സകല ബുദ്ധിയും കഴിയുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മെ എല്ലാവരെയും നിറയ്ക്കുകയും യഥാർത്ഥ ദൈവബോധത്തോടുകൂടെ വിശ്വസ്തരായി അനുഗ്രഹിക്കപ്പെട്ട കാര്യവിചാരകരായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ എല്ലാവരെയും പ്രാപ്തിയുള്ളവരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ സന്തോഷ് കെ മാത്യു അങ്കിൾ പ്രാർത്ഥിക്കും. Let us pray. Oh God, our Heavenly Father, we thank you for this wonderful evening you have given us, Lord, to gather online and pray, and Lord, hear from the word of God this evening. Lord, we pray that as we have heard your word and have seen about the parable of the being a good steward, Lord, with the talents that you have given us in this world, with what you have given us, help us, O Lord, to be fruitful in the service of the kingdom of God. Lord, as we heard in your word, Lord, you have blessed each one of us with different talents, different resources, different abilities, and each one of us is a servant in the kingdom of God for Jesus Christ. Especially in the midst of this pandemic as we live, and as we hear the passing away of, from today morning, as Achan mentioned, about Tirumeni and our church members and their families affected, Lord, at this time. Lord, let us be reminded through the word of God and through your promise that you are with us and you will see us through these times, and pray that your faithfulness, Lord, we will be experiencing every day of our life. Your faithfulness and your steadfast love will never cease, even in the midst of sorrows and trials. We thank you for this time, and we pray that this will encourage us to walk and continue, O Lord, our journey by being disciples of Jesus Christ. In the name of our Lord and Savior Jesus Christ, we end this prayer. Amen. കുര്യൻ ചെറിയാനങ്ങൾ തിരുമേനിയെ കുറിച്ച് അൺമ്യൂട്ട് ചെയ്താട്ട്. തിരുമേനിയോട് മാത്രം പറഞ്ഞ പറയാം.
ബഹുമാനപ്പെട്ട പ്രിൻസ് ഗോരെ അച്ഛൻ, ഇന്ന് ഈ സൂം മീറ്റിങ്ങിൽ പങ്കുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് മർത്തോമാ സഭയെ സംബന്ധിച്ചോളം, സഭയിലുള്ള എല്ലാ സഭാജനങ്ങളെ സംബന്ധിച്ചോളം വളരെ ദുഃഖകരമായ ഒരു ദിനമാവുന്നു നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ പ്രിയങ്കനായ മെത്രാപ്പൊലീത്ത തിരുമേനി ഇന്ന് അതിരാവിലെ സമയത്ത് കാലം ചെയ്ത വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. തിരുമേനി കുറച്ച് ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലായിരുന്ന വിവരം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സഭാ സെക്രട്ടറി ദിനവും തിരുമേനിയുടെ ഹെൽത്ത് പൊസിഷനൊക്കെ ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുകയും പ്രാർത്ഥിക്കാനൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നു. എന്നാൽ ഇത്രയും പെട്ടെന്ന് തിരുമേനിയെ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന നമ്മൾ ആരും വിചാരിച്ചില്ല. തിരുമേനിയുടെ നല്ല ശുശ്രൂഷകളൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാവുന്നു. പ്രത്യേകിച്ച് തിരുമേനിയിൽ കൂടെ നമ്മുടെ സഭയ്ക്ക് വളരെ ശ്രേഷ്ഠമായ നേതൃത്വം ഈ നാളുകളിൽ നമുക്ക് ലഭിച്ചു. നല്ല ഉറച്ച തീരുമാനങ്ങളും നല്ല ശ്രേഷ്ഠ നേതൃത്വവും നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും വളരെ അനുഗ്രഹമായിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. ഏതൊരു കാര്യവും തിരുമേനി വളരെ ശ്രേഷ്ഠമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യും, എന്നെ വേണ്ട വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നതിലൊക്കെ തിരുമേനി വളരെ ശ്രദ്ധിച്ചിരുന്നു. തിരുമേനിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാകുന്നു മറ്റൊരു വലിയ കാര്യം. തിരുമേനി പാവപ്പെട്ടവരോടും മറ്റ് പ്രയാസം അനുഭവിക്കുന്നതോടും ഒക്കെ വളരെ കാരുണ്യമുള്ള ഒരു തിരുമേനിയായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 2018 പ്രളയ സമയത്തും തുടർന്നുണ്ടായ ഈ ദുരന്ത സമയങ്ങളിലൊക്കെ തിരുമേനി ധാരാളമായിട്ട് ആവശ്യത്തിലിരുന്നവരെ സഹായിച്ചു. പ്രത്യേകിച്ച് ഭവനരഹിതരായിരുന്നവർക്ക് ഭവനമൊക്കെ നൽകുവാൻ തവണ ദൈവം തിരുമേനിയെടുത്ത് ഉപയോഗിച്ചു. സഭയിൽ കൂടെ ഒരുപാട് സഹായങ്ങൾ ഈ സമയങ്ങളിൽ ചെയ്യുവാൻ തക്കണം തിരുമേനിയാന് നേതൃത്വം നൽകി. തീർച്ചയായിട്ടും ഈ നല്ല ചെയ്യുകളെല്ലാം നമ്മളെ വളരെ സ്നേഹത്തോടെ ഈ സമയത്ത് ഓർക്കുകയാവുന്നു. തിരുമേനിയെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. ഇങ്ങനെയുള്ള ഈ സമൂഹത്തിന് തിരുമേനിയുടെ പ്രവർത്തനമൊക്കെ വളരെ അനുഗ്രഹമായി തീർന്നു. തീർച്ചയായിട്ടും തിരുമേനിയുടെ വേർപാട് ഈ സമൂഹത്തിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ ജനങ്ങൾക്ക് ഒരു തീരാ നഷ്ടമാവുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നീട് തിരുമേനിയെ പറ്റി പറയുകയാണെങ്കിൽ, തിരുമേനി പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ടൊക്കെ നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു നമുക്കറിയാം. ഇന്ന് രാവിലെ തന്നെ നമ്മൾ കണ്ടതാവുന്നല്ലോ ഏതെല്ലാം പാർട്ടികൾ അവിടെ വരികയും പാർട്ടിയുടെ നേതാക്കന്മാരും MP-മാരും MLA-മാരും മിനിസ്റ്റേഴ്സൊക്കെ വന്ന്, എക്സ് മിനിസ്റ്റേഴ്സും ചീഫ് മിനിസ്റ്റേഴ്സൊക്കെ വന്ന് അവിടെ അനുശോചനം പറയും, തിരുമേനിയെ പറ്റി പുകഴ്ത്തുകയും തിരുമേനിയുടെ വർക്കുകളെ പറ്റിയൊക്കെ പറയുകയും ചെയ്തു. തീർച്ചയായിട്ടും തിരുമേനിക്ക് അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ഒരു നല്ല സ്ഥാനം, ഒരു നല്ല പേര് ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഗവൺമെന്റ് തലത്തിലും അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് തലത്തിലൊക്കെ തിരുമേനി നല്ല ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു നമുക്കറിയാം. പ്രത്യേകിച്ച് തിരുമേനിയുടെ 90ാം പിറന്നാളിന് പ്രൈം മിനിസ്റ്റർ ഡൽഹിയിൽ നിന്ന് ഓൺലൈനായിട്ട് തിരുമേനിയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചൊക്കെ നമ്മൾ കണ്ടാവുന്നു. അതുപോലെ തന്നെ ഇന്നും പ്രൈം മിനിസ്റ്ററുടെ കണ്ടോളൻസ് മെസ്സേജ് രാവിലെ ഉണ്ടായിരുന്നു. അങ്ങനെ തിരുമേനിയെ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് കരുതുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ഇതിൽ കൂടെ കാണുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും തിരുമേനി നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും വളരെ ഒരു അനുഗ്രഹമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിന്നെ നമ്മുടെ ഇടവയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ ഇടവയിൽ തിരുമേനി അധികം പ്രാവശ്യം വന്നിട്ടില്ല. നമ്മുടെ ഇടവയുടെ ഡെഡിക്കേഷൻ സമയത്ത് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അതല്ലാതെ അതിന് ശേഷം വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല. എങ്കിലും തിരുമേനിയിൽ കൂടെ നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ ഇടവയുടെ സ്ഥാപനം മുതൽ ഇതുവരെയുള്ള വളർച്ചയ്ക്കൊക്കെ തിരുമേനിയിൽ നിന്ന് വന്നിട്ടില്ലെങ്കിലും തിരുമേനിയിൽ കൂടെ ആവശ്യமான എല്ലാ നല്ല കൈത്താങ്ങലുകളും നല്ല തീരുമാനങ്ങളൊക്കെ തിരുമേനി ലഭിക്കാനും അത് നമ്മുടെ ഇടവയുടെ വളർച്ചയ്ക്ക്, ഇടവയുടെ ആത്മീകമായ വളർച്ചയ്ക്കൊക്കെ ഇടയായി. ഈ അങ്ങനെയുള്ള ആ നല്ല കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. ഈ സമയത്ത് പ്രത്യേകിച്ച് ദുഃഖത്തിലായിരിക്കുന്ന തിരുമേനിയുടെ കുടുംബാംഗങ്ങള്, പ്രത്യേകിച്ച് ദുഃഖത്തിലായിരിക്കുന്ന നമ്മുടെ സഭയിലുള്ള തിരുമേനിമാര്, അച്ഛന്മാര്, അതുപോലെ സുവിശേഷകര്, മറ്റ് സഭാ ജനങ്ങൾ എല്ലാവരും വളരെ ദുഃഖത്തിലാവുന്നു നമുക്കറിയാം.
ദൈവത്തിൻ്റെ ദിവ്യമായ സമാധാനം എല്ലാവർക്കും അവിടുന്ന് ദൈവം നൽകി എല്ലാവരെയും അവിടുന്ന് സമാധാനപ്പെടുത്തട്ടെ എന്ന് ഈ സമയത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാളത്തെ ശുശ്രൂഷയിലൊക്കെ ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് വ്യാപരിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അതിന് എല്ലാവരും നമുക്ക് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സെക്രട്ടറി നമ്മുടെ വികാരി അച്ഛൻ്റെയും അതുപോലെ ഇടവ ജനങ്ങളുടെയും ഇടയിലുള്ള എല്ലാ ജനങ്ങളുടെയും പേരിലുള്ള അനുശോചനം ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട ഇടവ വികാരി പ്രിൻസ് അച്ഛൻ, നമ്മുടെ JMTC കുടുംബാംഗങ്ങളെ ഒരുമിച്ച് നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ പ്രിയ ദൈവം ഒരുക്കിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം എല്ലാവരും അറിഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ പ്രിയപ്പെട്ട സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഇന്ന് കാലം ചെയ്ത വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. വളരെ ശക്തനായ ഒരു ആത്മീയ നേതാവ്, ശക്തനായ ഒരു പ്രഭാഷകൻ, ശക്തിയോടെ മാർത്തോമ സഭയെ മുൻപോട്ട് നയിച്ച മെത്രാപ്പൊലീത്ത, ഈ നിലകളിലെല്ലാം വിശേഷണങ്ങൾ ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ അനുശോചനം അറിയിക്കുവാൻ, ആ ദുഃഖത്തിൽ പങ്കുചേരുവാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണല്ലോ. സാമൂഹിക തിന്മകൾക്കെതിരായ പോരാട്ടങ്ങളിലും ജീവകാരുണ്യ മേഖലകളിലും സഭ ഐക്യപ്രസ്ഥാനങ്ങളിലും നേതൃസ്ഥാനത്ത് തിളങ്ങിയ തിരുമേനി രാജ്യത്തെ ക്രൈസ്തവ സഭാ നേതാക്കളിൽ മുഖ്യ സ്ഥാനീയനായിരുന്നു. സഭയിലെ വിപ്ലവകരമായ മാറ്റങ്ങൾക്കും ചുക്കാൻ പിടിച്ച മെത്രാപ്പൊലീത്ത തിരുമേനി അശരണർ, രോഗികൾ, ദരിദ്ര ജനവിഭാഗങ്ങൾ, ആവശ്യത്തിലിരിക്കുന്നവർ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡേഴ്സ് തുടങ്ങിയവർ ഉൾപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ജീവിതത്തിന്റെ ഏറിയ പങ്കും നീക്കിവെച്ചു. മാരാമൺ പാലക്കുന്നത്ത് തീത്തൂസ് രണ്ടാമൻ മെത്രാപ്പൊലീത്തയുടെ സഹോദരൻ കഡോൺ തോമസിന്റെ മകൻ ലൂക്കോസിന്റെയും മാരാമൺ പുത്തൂർ വീട്ടിൽ മറിയാമ്മയുടെയും മകനായി 1931 ജൂൺ 27 ജനിച്ച PT തോമസ് ആണ് പിൽക്കാലത്ത് ജോസഫ് മാർ അറേനിയോസ് സഫ്രാൻ മെത്രാപ്പൊലീത്തയായും തുടർന്ന് മെത്രാപ്പൊലീത്തയും ആയത്. തിരുമേനി കോഴഞ്ചേരി മാരാമൺ, ആലുവ UC കോളേജ്, ബാംഗ്ലൂർ UTC, വെർജീനിയ സെമിനാരി, വൈക്ലിഫ് ഓക്സ്ഫോർഡ്, സെയിന്റ് അഗസ്റ്റിൻസ് കാൻറ്റർബറി എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം വെർജീനിയ സെമിനാരി, സെറാംപൂർ സർവകലാശാല, അലഹബാദ് കാർഷിക സർവകലാശാല എന്നിവിടങ്ങളിലെ ഡോക്ടറേറ്റ് നേടി. മാരാമൺ മർത്തോമാടവയിൽ അംഗമായിരുന്ന തിരുമേനി 1957 ജൂൺ 29 ഷമ്മാശനാകുന്നത്. 1987 ഒക്ടോബർ 18 കശീശയായും 1975 ജനുവരി 14 റംബാനുമായി 1975 ഫെബ്രുവരി 8 ഈശോ മാർ തിമോത്തിയോസ് തിരുമേനിയോടൊപ്പം എപ്പിസ്കോപ്പായി 1999 മാർച്ച് 15 സബ്രവനും 2007 ഒക്ടോബർ 2 മെത്രാപ്പൊലീത്തയുമായി. കേരളത്തിന് പുറത്തും വിദേശങ്ങളിലും ഉള്ള പല ഇടവുകളിലും വികാരി, സുവിശേഷ സംഘം സഞ്ചാര സെക്രട്ടറി, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്, നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ, ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യ, ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസ്, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്, ക്രിസ്ത്യൻ ഏജൻസി ഫോർ സോഷ്യൽ ആക്ഷൻ, CSI CNI മാർത്തോമ സഭ ഐക്യസമിതി, മാർത്തോമ യാക്കോബായ ഡയലോഗ് എന്നിവയിലെ നേതൃത്വം തുടങ്ങിയ ചുമതലകൾ തിരുമേനി വഹിച്ചു. തിരുവനന്തപുരം ഹോസ്പിറ്റൽ ആൻഡ് ഗൈഡൻസ് സെന്റർ, തിരുവനന്തപുരം മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ, അയൂർ മാർത്തോമ കോളേജ് ഓഫ് ടെക്നോളജി, ജൂബിലി മന്ദിരം കൊട്ടാരക്കര, അഞ്ചൽ ITC തുടങ്ങിയ ഒട്ടേറെ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ടു. മാർത്തോമ സഭയുടെ ചരിത്രം എഴുതുമ്പോൾ പ്രിയപ്പെട്ട തിരുമേനിയുടെ പേര് തങ്ക ലിപികളിൽ എഴുതപ്പെട്ട തക്കവണ്ണമായി അനേക കാര്യങ്ങൾ തിരുമേനി തുടങ്ങിയിട്ടുണ്ട്. സഭയുടെ ലിറ്റർജിക്കൽ ആരാധനാ രീതികൾ, പുരാതന സമ്പ്രദായങ്ങൾ ആദിമ സഭാ നേതാക്കൾ ഏതുദ്ദേശിച്ചോ അതിനെ പുനഃസ്ഥാപിക്കുവാൻ തിരുമേനി ചെയ്ത പ്രവർത്തികളെ നമുക്ക് ഈ സമയത്ത് സ്മരിക്കാം. മാർത്തോമ സഭയുടെയും പൊതുസമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച തിരുമേനിയുടെ വേർപാട് മാർത്തോമ സഭയ്ക്കും നമുക്ക് എല്ലാവർക്കും ഒരു തീരാ നഷ്ടമാണ്. തിരുമേനിയെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് സധൈര്യം മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ ഓർമ്മയുടെ മുമ്പായി നമുക്ക് ശിരസ് നമിക്കാം.
മാർത്തോമാ സഭയുടെ ദുഃഖത്തിൽ യെരുശലേം മാർത്തോമാ ചർച്ച് ഹെബ്ബാലും പങ്കുചേരുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ദുഃഖത്തിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭവനങ്ങൾക്കും KMTCയുടെ അനുശോചനം അറിയിക്കുന്നു. ഇന്നത്തെ പ്രയർ ഗ്രൂപ്പിനെ പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകിയത് AHS പ്രയർ ഗ്രൂപ്പ് ആകുമല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ നമുക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പ്രിൻസത്തിനോടും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. കുര്യൻ ജോർജ് അങ്കിൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കാമോ? കുര്യൻ ജോർജ് അങ്കിൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കണം. ശബ്ദം കേൾക്കണം, അൺമ്യൂട്ട് ചെയ്യണം. നിങ്ങൾ കേൾക്കുന്നില്ല കേട്ടോ. ഇപ്പൊ കേൾക്കാമോ ജോ? കേൾക്കാം. സ്വർഗസ്ഥ പിതാവാകുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ ഞായറാഴ്ച വൈകിട്ടത്തെ പ്രാർത്ഥനാ സമയം കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഇടവകയിലും സഭയിലും ഒരു ദുഃഖത്തിന്റെ ദിവസമാകുന്നല്ലോ. കർത്താവേ, ജോസഫ് മാർത്തോമ തിരുമേനിയുടെ നിര്യാണത്തിൽ ദുഃഖിക്കുന്ന സഭയ്ക്കും സഭയുടെ എല്ലാ പ്രവർത്തകർക്കും വേണ്ടി അപേക്ഷിക്കുന്നു. തിരുമേനിയുടെ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവെ, തിരുസമാധാനത്താൽ സഭയെയും തിരുമേനിയുടെ കുടുംബത്തെയും നിറയ്ക്കണമേ. തിരുക്കൃപയെ ഞങ്ങളെ നടത്തണമേ. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ഇടവകയിൽ മണ്ണും വഴിയായി കടന്നു പോയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ലീലാമച്ചെറിയാന്റെ മരണത്തിൽ ദുഃഖിക്കുന്ന കുടുംബത്തെ തൃക്കരങ്ങളിലേക്ക് ഉയർത്തുന്ന കർത്താവേ, ആ കുടുംബത്തിന്റെ ദുഃഖവും ഭാരവും അവിടുന്ന് അറിയുന്നല്ലോ. കർത്താവിന്റെ കൃപയിൽ തിരുസമാധാനം അയക്കണമേ. തിരുക്കൃപയിൽ അവരെ പാലിക്കണമേ. കർത്താവേ, സുജാഘോഷിയുടെ പിതാവിന്റെ വേർപാട് ദുഃഖിക്കുന്ന കുടുംബത്തെ തൃക്കരങ്ങളിലേക്ക് ഉയർത്തുന്നു. തിരുസമാധാനത്താൽ അവരെ നിറയ്ക്കണമേ. തിരുക്കവർക്ക് ധാരാളമായി പകർന്നു കൊടുക്കണമേ. നാട്ടിലേക്ക് യാത്രയാകുന്ന കുടുംബത്തെ കൃപയിൽ പാലിക്കണമേ. സമാധാനത്തോടെ സ്തോത്രത്തോടെ ഭവനത്തിൽ എത്തിച്ചേരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. കർത്താവേ, തോമസ് അങ്കിളിന്റെ ടോട്ടൽ ലോയുടെ പിതാവ് നിര്യാണത്തിൽ വേർപെടുന്ന ദുഃഖിക്കുന്ന കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ തിരുസമാധാന കുടുംബത്തിന്റെ മേലും ബന്ധുക്കളുടെ മേലും പകരണമേ. കർത്താവെ, പ്രിയപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകളൊക്കെയും കൃപയോടെ നടക്കുവാൻ അവിടുന്ന് കരുണ ചെയ്യണമേ. തിരുമേനിയുടെ കർത്താവെ, കബറടക്കുകയും നാളെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എല്ലാം കൃപയോടെ നടക്കുവാനായിട്ട് കർത്താവ് കരുണ ചെയ്യണമേ. കർത്താവെ, സഭയെ നയിക്കുവാൻ അവിടുത്തെ ദാസന്മാരെ ബലപ്പെടുത്തണമേ. എല്ലാ നന്മകളാലും ഞങ്ങൾ നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും, സഭാ മെമ്പേഴ്സ് എല്ലാവരും, ഓരോ വ്യക്തികളും അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ തിരുനാമം മഹത്വപ്പെടുത്തുവാനും തിരുപ്രകാരം ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളും ചിന്തകളും ആയിരിക്കാനും അവിടുന്ന് കൃപ ചെയ്യണമേ. കർത്താവെ, കോവിഡ് എന്ന ഈ മഹാമാരി ഇപ്പോൾ ലോകമെങ്ങുകയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തും കർത്താവെ, ഞങ്ങൾ തകർന്നു പോകാതിരിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ചുമതലകൾ മനസ്സിലാക്കുവാൻ, സഭയായുള്ള ഞങ്ങളുടെ ചുമതലകൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ പ്രവർത്തിപ്പാൻ, മറ്റുള്ളവരോട് സഹകരിക്കുവാൻ, സഹകരണം ആവശ്യമുള്ളിടത്ത്, സേവനം ആവശ്യമുള്ളിടത്ത് വേണ്ടത് ചെയ്യുവാനുള്ള മനസ്സൂർക്കും ആത്മീയ ശക്തിയും ഞങ്ങൾക്ക് ഏവർക്കും തരണമേ. തിരുക്കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. തിരുവിധമാമണം ഞങ്ങളെ നടത്തണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശു രക്ഷിതാവിന്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ.
ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, ദൃശ്യ സ്വർഗത്തിലെ പോലെ വാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, കടക്ക് ആശംസിക്കുന്ന പോലെ കടങ്ങളും ദോഷങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടനെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യശക്തിയും മഹത്വവും നേക്ക് നിൽക്കുന്നതാകുന്നു. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ നിരന്തരമായ കരുതലും കാവലും കൂടി നമ്മെ എല്ലാവരെയും സഹായിക്കുകയും ദൈവികമായുള്ള കരുണയിൽ എന്നേക്കും പൊതിയുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.